നമസ്കാരം. ബിഗ് ടി വിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടിയാണ്. ബിഗ് ടി വി തുടങ്ങുന്ന സമയത്ത് കേരളത്തിലായിരിക്കും ഡെസ്ക് എന്ന് ഉറപ്പിച്ചുകൊണ്ട് തുടങ്ങി. പിന്നീട് ഇവിടുന്ന് 90 പേരെയും കയറ്റി കഴിഞ്ഞ ദിവസം പോയത് വീഡിയോ ഞാൻ ചെയ്തിരുന്നു, വാർത്ത ചെയ്തിരുന്നു. ഹൈദരാബാദിലേക്ക് പോയിരിക്കുന്നു. തെലങ്കാനയിലെ ഒരു കോൺഗ്രസ് എംപിയുടെ സഹോദരനും ഭാര്യയും തുടങ്ങുന്ന റെഡ്ഡിമാർ തുടങ്ങുന്ന ഒരു ചാനൽ. അത് മലയാളത്തിൽ അനിൽ അരിയൂരാണ് അതിൻ്റെ ഹെഡ്. ഇങ്ങനെ സുജയ പാർവതി ഉൾപ്പെടെ മലയാളത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പറയുന്ന വനിതാ ചീഫ് എഡിറ്റർ ആദ്യമായി ഉണ്ടാകും. അത് അഭിമാനിക്കാവുന്നതാണ്. ഇത് സുജയ പാർവതിയാണ്. ഇവരെല്ലാം ഇപ്പോൾ പോയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് പുറത്താണ്. കേരളത്തിലല്ല, താൽക്കാലികമായിട്ട് കേരളത്തിലല്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി എന്നാണ് വരുന്നതെന്ന് കാത്തിരുന്ന് കാണാം. ഇതിൻ്റെ ഇടയിലാണ് ഇവരുടെ ഒരു ഫേസ്ബുക്ക് പേജ്, അത് നമ്മളെ കന്തം വിട്ട ഒരു ഫേസ്ബുക്ക് പേജ്, 1.4 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ഫേസ്ബുക്ക് പേജ് ഇപ്പോൾ ബിഗ് ടി വിയുടെ മലയാളം എന്ന നിലയിലേക്ക് വരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് FB പേജ് കഥാരീസിസ് എന്നൊരു പേജാണ്. അത് ബിഗ് ടി വി എന്ന പേര് മാറ്റിയിരിക്കും. സംപ്രേഷണം തുടങ്ങും മുമ്പ് ഇത്രയും ഫോളോവേഴ്സ് ആണെന്ന് കാണിക്കാൻ വലിയ രീതിക്ക് 2016 സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സിൻ്റെ എന്ന് വെച്ചാൽ അവരുടെ ഹോട്ട് ഫോട്ടോസ് മാത്രം ഇടുന്നൊരു പേജ്. ആ പേജാണ് ഇപ്പോൾ ബിഗ് ടി വി എടുത്തിരിക്കുന്നത്. എന്നിട്ട് പുതിയ പേര് മാറ്റിയിരിക്കുന്നു. അത് നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ നെട്ടിപ്പോയി. ഇത്രയും പുതിയത് തുടങ്ങുമ്പോൾ ഇത്രയും തന്നെ ഫോളോവേഴ്സോ എന്ന് നോക്കി. ഇവരുടെ ഒറിജിനൽ ബിഗ് ടി വിക്ക് ഒറിജിനൽ ഫേസ്ബുക്ക് പേജില്ല, അതിൽ പോലും ഇത്ര ഫോളോവേഴ്സ് ഇല്ല. എന്നാൽ ഇവരിത് ചെയ്യേണ്ട ഇത്രയും വലിയ ടെക്നിക്കപരമായി ഹെഡൊക്കെ ഉള്ള സ്ഥലത്ത് ഇവർക്ക് ആ പഴയ ഫോട്ടോസ് ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ കഴിയാതെ പോയത് ഭയങ്കരമായിപ്പോൾ അത് വലിയ രീതിയിൽ ചർച്ച നടക്കുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പല ആളുകളും എടുത്തത് വാർത്തയാക്കിയിട്ടുണ്ട്. എന്നാൽ പഴയ ഫോട്ടോസ് ഒന്ന് ഡിലീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വലിയ വിവാദമാണ്. പഴയ ഫോട്ടോസൊക്കെ അതേപടി കിടക്കുന്നു. അത് പുതിയ ഇവരുടെ ഹെഡ്മാരുടെയൊക്കെ പടം വെച്ച് പേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ തന്നെ നെട്ടുന്ന നിലയിലേക്കായി. അത്യാവശ്യം പഴയ പേജിലെ ഐറ്റം ഹോട്ട് ഫോട്ടോകളെങ്കിലും മാറ്റിയിരുന്നെങ്കിൽ ഇത്രയും പേര് ദോഷം ഉണ്ടാവില്ലായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഒരു ചാനൽ വരുമ്പോൾ അത് ഒന്ന് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നെങ്കിലും ഒരു ഫേസ്ബുക്കോ ഒരു യൂട്യൂബ് ചാനലോ ഒക്കെ വാങ്ങി ന്യൂസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒത്തിരി ചാനലുകളുണ്ട്. അതിൽ നിന്ന് വാങ്ങി പിന്നീട് ആളുകളെ എടുക്കുന്നതായിരുന്നു നല്ലതെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മലയാള വാർത്താ ചാനലുകൾ ചരിത്രം രണ്ടായി വിഭജിക്കപ്പെടുന്നത് പോലെയാണ് ഇതിപ്പോൾ കാണുന്നത്. കാരണം ഒരു മത്സര ബുദ്ധിയോടുകൂടി ഒരു സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സിൻ്റെ ഹോട്ട് ഫോട്ടോസ് മാത്രം ഇടുന്ന ഒരു ഫേസ്ബുക്ക് പേജ് 1.4 മില്യണുള്ള പേജ് എടുത്ത് മലയാളത്തിലെ ബിഗ് ടി വി എന്ന നിലയിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ ഇവരെ തൊലിക്കെട്ടി ഭയങ്കരമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയുമധികം ഫോളോവേഴ്സുള്ള പേജൊക്കെ വാങ്ങുമ്പോൾ മുതലാളിമാരൊന്ന് ഈ കാര്യം കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഈ പഴയ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രമിച്ചെങ്കിൽ നന്നായിരുന്നേനെന്ന കാര്യത്തിൽ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും നമ്മൾ പറയുമ്പോൾ ഇത് ബിഗ് ടി വിക്ക് എതിരെയാണെന്നില്ല, ഇത് നിങ്ങൾ പോയി നോക്കിയാലും കാണാൻ പറ്റും. കൃത്യമായിട്ട് ഇതിനകത്ത് കാണപ്പെടും. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഇവരെന്താണ് ഇത്രയും ഒരു നിലയിലേക്ക് പോയത് എന്ന് മനസ്സിലാകുന്നില്ല. ഇത്രയും വലിയ ആളുകളെ എടുത്തു വെച്ചിട്ടുണ്ട്. നിസാര ശമ്പളത്തിലോ വലിയ ശമ്പളത്തിൽ ആളുകളെ എടുത്തു വെച്ചുകൊണ്ട് ഒരു ചാനൽ തുടങ്ങുമ്പോൾ ആ ചാനലിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് എന്ന നിലയിൽ ഒരു FB പേജ് വാങ്ങുമ്പോൾ അത് ഒറിജിനൽ പേജുകൾ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. അത് മലയാളികൾ കണ്ടുപിടിക്കും. മലയാളികൾ അതിന് മിടുക്കന്മാരാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയി. ടെക്നിക്കൽ വലിയ ഹെഡ്മാരുള്ള ഒരു സ്ഥാപനമെന്ന് പറയുമ്പോൾ ഇത്തരം പേജുകളിലൂടെ മലയാളത്തിൻ്റെ ബിഗ് ടി വി വരുമ്പോൾ അത് ആ ന്യൂസ് ചാനലിൻ്റെ പേര് കളയുന്ന നിലയിലേക്ക് ഇത് മാറി എന്ന കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.